ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അങ്ങനെ വീക്കിലി അടിസ്ഥാനത്തിൽ നിഫ്റ്റി കണ്ടിന്യൂസ് ആയിട്ട് മൂന്നാമത്തെ ആഴ്ച റെഡിൽ ക്ലോസ് ചെയ്തു. അതുമാത്രമല്ല, ഈ ഒരാഴ്ച കഴിഞ്ഞ കുറേ നാളുകളായിട്ടും നിഫ്റ്റി 25,000 മുകളിൽ നിലയുറപ്പിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് വളരെയധികം സമാധാനം പകർന്ന ഒരു കാഴ്ചയായിരുന്നു. എന്നാൽ ഇന്ന് 25,000 താഴെ നിഫ്റ്റി ക്ലോസ് ചെയ്തു. സെൻസെക്സ് 500-ലേറെ പോയിന്റ് ഇടിവ് രേഖപ്പെടുത്തി. 81,758 സെൻസെക്സിൻ്റെ സ്പോട്ട്. അതുപോലെ നിഫ്റ്റി 143 പോയിന്റ് ഇടിവ് രേഖപ്പെടുത്തി. 24,968 നിഫ്റ്റിയുടെ ക്ലോസിങ് ഉള്ളത്. അങ്ങനെ നിഫ്റ്റി ഈ ഒരു മാസത്തെ ഏറ്റവും ലോവർ റേഞ്ചിലാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസം ക്ലോസ് ആയത്. ഇന്ന് പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ സെക്ടേഴ്സിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് വന്നു. സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് ഒത്തു വന്നില്ല ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട്. അതുകൊണ്ട് തന്നെ ബാങ്കിങ് മേഖലയിൽ സെല്ലിംഗ് പ്രഷർ വിസിബിൾ ആയിരുന്നു. കൂടാതെ ഡിഫൻസ് സ്റ്റോക്കുകളും ഈ യുദ്ധമൊക്കെ ഒന്ന് ഒതുങ്ങിയ സമയത്ത് മസഡോഗ്, BDL, ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങിയ സ്റ്റോക്കുകളിലും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. എന്നാൽ സെയിം ടൈം ഈ നല്ല റിസൾട്ട് രേഖപ്പെടുത്തിയ വിപ്രോ പോലെയുള്ള IT കമ്പനീസ് ഇന്ന് പോസിറ്റീവിൽ റിയാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിഫ്റ്റിയുടെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. വിപ്രോ കാണാം 2.4, ബജാജ് ഫിനാൻസ്, ടാറ്റ സ്റ്റീൽ ഇന്ന് ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തി. ONGCയും നെസ്ലയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി 50-ൽ വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത് ആക്സിസ് ബാങ്കാണ്. മോശം റിസൾട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ ഫിനാൻഷ്യൽ സെക്ടറിൽ നിന്ന് ശ്രീരാം ഫിനാൻസ്, പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഡിഫൻസിൽ നിന്ന് ഭാരത് ഇലക്ട്രോണിക്സ്, കൂടാതെ HDFC ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ നിന്ന് ഭാരത് എയർടെലും 1.5% ഒരു ഇടിവ് രേഖപ്പെടുത്തി. അപ്പോൾ ഡിഫൻസ്, മോശം റിസൾട്ട് വന്ന ആക്സിസ് ബാങ്ക്, എന്നാൽ സെയിം ടൈം നല്ല റിസൾട്ട് വന്ന വിപ്രോ, അത് പോസിറ്റീവായിട്ടും റിയാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗ്ലോബലി അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നെഗറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗ്ലോബൽ മാർക്കറ്റുകളിൽ പ്രോബ്ലംസും ഒന്നുമില്ല. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റൊക്കെ ചെക്ക് ചെയ്യാം. അതിനു മുമ്പ് ഹീറോ മോട്ടോകോർപ്പും ഇന്ന് M&M ഒന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ നമ്മളുടെ മിനിസ്ട്രി ഈ മിനറൽസ് എക്കോസിസ്റ്റം എൻഹാൻസ് ചെയ്യും എന്നുള്ളൊരു ന്യൂസ് കാരണം ഇന്ന് GMDC 13% ഒരു റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട് മിഡ് ക്യാമ്പ് സെക്ടറിൽ നിന്ന്. ഗ്ലോബൽ മാർക്കറ്റ് കാണാം. ഇപ്പോൾ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും അതീവ ബുള്ളിഷ് അല്ല, എന്നാൽ ബെയറിഷും അല്ല. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് മാത്രം 46 പോയിൻറ്റിൻ്റെ ഇടിവ്. എന്നാൽ ഫ്രാൻസും UK-യും സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇന്ന് ഇന്ത്യ വിക്സ് 1.4% സ്പൈക്ക് ചെയ്ത് 11.40 എന്ന നിലയിലാണ്. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്, 54 പോയിൻറ്റ്. ജപ്പാൻ മാർക്കറ്റ് ഫ്ലാറ്റാണ്, 82 പോയിൻറ്റ് മൈനസിൽ ക്ലോസ് ചെയ്തു. കൊറിയ, ചൈനയെല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഓസ്ട്രേലിയ ഇന്ന് 1.37% റാലി. ഗോൾഡ് ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് നോക്കുകയാണെങ്കിൽ $19 പെർ ഔൺസിൻ്റെ റാലി രേഖപ്പെടുത്തി. $3,358 പെർ ഔൺസ്. ബിറ്റ്കോയിനും ബിറ്റ്കോയിനിൽ ഒരു 1,20,000 പോയതായിരുന്നു. അപ്പോൾ ബിറ്റ്കോയിൻ ഒരു 1,300 പോയിൻറ്റ് പ്ലസ് അല്ല, 2,000 പോയിൻറ്റിൽ നിന്ന് പോയിൻറ്റുകൾ കുറഞ്ഞ ഒരവസ്ഥയിലാണ് ബിറ്റ്കോയിൻ ഉള്ളത്. ഇപ്പോൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഇത് കാണാൻ സാധിക്കുന്നത് ഇതാണ്. ട്രംപ് ഇന്ത്യ ഉൾപ്പെടെയുള്ള 150ഓളം രാജ്യങ്ങളിലേക്ക് ലെറ്ററുകൾ അയക്കും, പുതിയ താരിഫ് റിവേഴ്സ് ചെയ്തിട്ട്. അപ്പോൾ 30% ആയിരുന്നു, അതിപ്പോൾ ഓൾമോസ്റ്റ് 10-20% വരെയുള്ള താരിഫാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം ഒരു രാജ്യങ്ങളായിട്ടും നിലവിൽ ധാരണയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ചൈനയായിട്ടും ധാരണയിൽ വന്നിട്ടില്ല. യൂറോപ്യൻ യൂണിയനിലെല്ലാം തന്നെ 30%, അവരായിട്ടും ധാരണയിൽ വന്നിട്ടില്ല. അയൽ രാജ്യമായിട്ടുള്ള കാനഡയായിട്ടും ധാരണയിൽ വന്നിട്ടില്ല. അങ്ങനെ ഒരു രാജ്യങ്ങളായിട്ടും ധാരണയിൽ വരാത്ത സ്ഥിതിക്ക് ഇതൊരു സോൾവ് ചെയ്യാൻ വളരെയധികം ടഫായിട്ടുള്ളൊരു ടാസ്ക്കായിട്ട് നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ ജെറോം പവലും അവിടുത്തെ സെൻട്രൽ ബാങ്കുമായിട്ടുള്ള ഒരു ഭിന്നത വളരെയധികം വിസിബിളായി ഒരവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഈ തവണ, കഴിഞ്ഞ തവണ ഏറ്റവും റീസെൻ്റായിട്ട് വന്ന US ഇൻഫ്ലേഷൻ ഡേറ്റ 2.2% സ്പൈക്ക് രേഖപ്പെടുത്തി. ഇനി വരുന്ന US ഇൻഫ്ലേഷൻ ഡേറ്റ, ഇനിയിപ്പോൾ GDP ഡേറ്റ എല്ലാം തന്നെ വളരെയധികം കീനായിട്ട് വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ട്രംപിൻ്റെ ഈ ഒരു നയങ്ങൾ US മാർക്കറ്റിന് ഗുണകരമാകും, ലോങ് ടൈം പെർസ്പെക്റ്റീവിലാണ് ഗുണകരമാകുള്ളൂ. അല്ലാതെ കറൻറ്റ് സിനാരിയോയിൽ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ എല്ലാം തന്നെ US ഇൻഫ്ലേഷൻ കൂട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ജെറോം പവലിന്. അതുകൊണ്ടാണ് അദ്ദേഹം ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാത്തത്. അപ്പോൾ ഇനി ഫർദറായിട്ട് വരുന്ന US നിന്നുള്ള ഇൻഫ്ലേഷൻ ഡേറ്റ, GDP ഡേറ്റ എല്ലാം തന്നെ വളരെയധികം കീനായിട്ട് വാച്ച് ചെയ്യണം. കാരണം US എല്ലാം തന്നെ കഴിഞ്ഞ ഒരു 6 മാസമൊക്കെ മുമ്പ്
മൾട്ടിപ്പിൾ ടൈം 2 തവണ അടുപ്പിച്ച് GDP ഡാറ്റ യുഎസിലെ നെഗറ്റീവ് ആയതാണ്. 3 തവണ അടുപ്പിച്ച് GDP നെഗറ്റീവായ കൺട്രി റിസഷനിലേക്കൊക്കെ പോകും. ഇപ്പോൾ യുഎസിൽ റിസഷൻ അല്ലെങ്കിൽ ഗ്ലോബലി റിസഷൻ എന്നുള്ള വാർത്തകൾ നമ്മൾ മറന്നുപോയി. ആക്ച്വലി ഒരു 6 മാസം മുമ്പേ മാർക്കറ്റിൽ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്ത് പോകുന്ന ഒരു കാര്യമായിരുന്നു ഗ്ലോബൽ റിസഷൻ വരുമോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു താരിഫിൻ്റെ ആ ഒരു വാർത്തകളൊക്കെ വന്നതിന് ശേഷം അത്തരം ഗ്ലോബൽ റിസഷൻ എല്ലാം തന്നെ വാർത്തകൾ ഇപ്പോൾ ലൈംലൈറ്റിലേക്ക് വരുന്നില്ല, ആളുകൾ ചർച്ച ചെയ്യുന്നില്ല. മുഖ്യധാര മാധ്യമങ്ങളിലും അത്തരം ന്യൂസുകളെല്ലാം തന്നെ അപ്രത്യക്ഷമായി. അതിനർത്ഥം അത് അപ്പാടെ അതിനുള്ള സാധ്യതകൾ മാറി എന്നുള്ളതല്ല. അപ്പോൾ എനിവേ നാളെ നമുക്ക് മാർക്കറ്റ് ഔട്ട്ലുക്കായിട്ട് എത്താം. താങ്ക് യു ഓൾ.